പത്തനംതിട്ട മൈലപ്രയിലെ വ്യാപാരിയുടെ കൊലപാതകത്തിൽ പ്രത്യേക പോലീസ് സംഘം അന്വേഷിക്കും. എസ്.പിയുടെ കീഴിൽ 2 ഡിവൈഎസ്പിമാരുള്ള പ്രത്യേക സംഘം രൂപീകരിച്ചു. മോഷണശ്രമത്തിനിടെയാണ് കൊലപാതകമെന്ന് പ്രാഥമിക നിഗമനം. വിവരങ്ങളുമായി മിഥുൻ മുരളി ചേരുന്നുണ്ട്. മിഥുൻ, ഇന്നലെ തന്നെ ഈ ഒരു കൊലപാതകത്തിൽ സംശയമുണ്ടായിരുന്നു. വിശദാംശങ്ങൾ. ഇന്നലെ വൈകിട്ടാണ് പത്തനംതിട്ട മൈലപ്രയില് പുനലൂർ മൂവാറ്റുപുഴ ദേശീയപാതയുടെ സമീപത്തായിട്ട് കട നടത്തുന്ന വ്യാപാരിയെ കടയ്ക്കുള്ളിൽ കൊല്ലപ്പെട്ട നിലയിൽ കാണപ്പെടുന്നത്. വായിൽ തുണി തിരുകി കൈ കൂട്ടിക്കെട്ടിയ നിലയിലായിരുന്നു മൃതദേഹം. ഇത് പിന്നിൽ മോഷണശ്രമമായിരിക്കാം, മോഷണശ്രമത്തിന് തടയുന്നതിനിടയിലുള്ള കൊലപാതകമായിരിക്കാം എന്നുള്ള ഒരു പ്രാഥമിക നിഗമനത്തിലേക്കാണ് ഇന്നലെ തന്നെ പോലീസ് എത്തിച്ചേരുകയും ചെയ്തത്. ഇന്നലെ വൈകിട്ട് 5:30 കൂടിയാണ് ഈ കൊലപാതകം നടക്കുന്നത്. പിന്നീട് ഒരു 1.5 മണിക്കൂറിന് ശേഷമാണ് പുറം ലോകത്ത് ഇങ്ങനെയൊരു സംഭവം അറിയുന്നതും. ഈ കൊല്ലപ്പെട്ട ആളുടെ കൊച്ചുമകൻ കടയിലെത്തി തിരക്കിയപ്പോഴാണ് ഇങ്ങനെ ഒരു മൃതദേഹം കടയ്ക്കുള്ളിൽ കിടക്കുന്നതായിട്ടുള്ള വിവരങ്ങൾ ലഭിക്കുകയും പുറം ലോകം അറിയുമൊക്കെ ചെയ്തത്. സാധാരണ 6 മണിയോടടുത്ത് ഈ കൊല്ലപ്പെട്ട ജോർജ് തിരികെ കട അടച്ച് വീട്ടിലെത്തുന്നതാണ്. പക്ഷേ ഇന്നലെ വൈകിയതിനെ തുടർന്നാണ് അന്വേഷണം നടക്കുന്നതും തിരച്ചിൽ നടത്തുന്നതും. വീട്ടുകാർ കൊച്ചുമകനുമൊക്കെ കടയിലെത്തി തിരക്കുമ്പോൾ ഇങ്ങനെ മൃതദേഹം കിടക്കുന്ന സാഹചര്യമൊക്കെ കാണുകയും ഒക്കെ ചെയ്തിരിക്കുന്നത്. ഇന്ന് രാവിലെ ഇൻക്വസ്റ്റ് നടപടികൾ അടക്കമുള്ള കാര്യങ്ങൾ പോലീസ് എത്തി പൂർത്തിയാക്കുന്നുണ്ട്. ഫോറൻസിക് സംഘവും ഇവിടെ സ്ഥലത്തെത്തിയിട്ടുണ്ട്. പ്രത്യേക സംഘത്തെയാണ് രൂപീകരിച്ചിരിക്കുന്നത്. ജില്ലാ പോലീസ് മേധാവിയുടെ നേതൃത്വത്തിൽ 2 ഡിവൈഎസ്പിമാർ ഉൾപ്പെടുന്ന പ്രത്യേക സംഘമാണ് കേസ് അന്വേഷിക്കുന്നത്. പോലീസ് ഇപ്പോഴും പ്രാഥമിക നിഗമനത്തിൽ തന്നെ നിൽക്കുന്നത് മോഷണ ശ്രമത്തിനിടയിലെ കൊലപാതകമാണ് എന്നുള്ള കാര്യത്തിൽ തന്നെയാണ്. കടയുമായിട്ട് അടുത്ത് പരിചയമുള്ളവരാകാം പ്രതികളെന്ന സംശയമുണ്ട്. അതോടൊപ്പം തന്നെ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് കൂടുതൽ ആളുകൾ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നടക്കമുള്ള കാര്യങ്ങളും പോലീസ് അന്വേഷിക്കുന്നുണ്ട്. കാരണം ഈ ആളുടെ ജോർജിന്റെ കൈകൾ രണ്ടും കൂട്ടിക്കെട്ടി വായിൽ തുണി തിരുകി അങ്ങനെ ഒരു അവസ്ഥയിലായിരുന്നു മൃതദേഹം കണ്ടത്. അത് ഒരാൾക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ കഴിയുമോ എന്നുള്ള ഒരു സംശയത്തിലാണ് പോലീസ് നിലവിൽ. ഈ ഒരു സാഹചര്യത്തിലാണോ ഈ ഒരു കൊലപാതകം ആസൂത്രിതമാണെന്ന് പോലീസ് എത്തിച്ചേർന്നത്? അതിന് ഈ മൃതദേഹം കണ്ടെത്തിയ സാഹചര്യം, അതോടൊപ്പം തന്നെ ഈ കടയ്ക്കുള്ളിലെ CCTV ഹാർഡ് ഡിസ്ക് മോഷണം പോയിരിക്കുന്ന സാഹചര്യം, കൂടുതൽ ആളുകൾ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന സംശയം, ഈ കടയുമായിട്ട് അടുത്ത് പരിചയമുള്ള ആരെങ്കിലും ആകാം എന്നുള്ള ഒരു വിലയിരുത്തൽ. കാരണം ഇതിന്റെ സാഹചര്യങ്ങളും ഈ കട അടച്ചു പോകുന്ന സമയവും കടയ്ക്കുള്ളിൽ വ്യാപാരി ഉള്ള സമയവും എല്ലാം കൃത്യമായിട്ട് മനസ്സിലാക്കിയ ഒരാളായിരിക്കാം എന്നുള്ള കാര്യങ്ങളും ഒക്കെ വിലയിരുത്തിക്കൊണ്ടാണ് പോലീസ് ഇതൊരു കൊലപാതകമായിരിക്കാം, ആസൂത്രണം ഇതിന് പിന്നിൽ നടന്നിട്ടുണ്ട് എന്നുള്ള നിഗമനത്തിലേക്കൊക്കെ എത്തിച്ചേർന്നത്. ഇന്നലെ സംഭവം നടന്ന് തൊട്ട് പിന്നാലെ തന്നെ പോലീസ് എത്തിച്ചേർന്ന ആ നിഗമനവും ഇത് തന്നെയായിരുന്നു. പോലീസ് പറഞ്ഞിരുന്നത് ഇതിന് പിന്നിൽ ആസൂത്രിതമായിട്ടുള്ള ഒരു ശ്രമം ഉണ്ടാകാം, അതോടൊപ്പം തന്നെ മോഷണ ശ്രമം തടയുന്നതിനിടയിൽ, മോഷണ ശ്രമം ചെറുക്കുന്നതിനിടയിൽ ഉണ്ടായ ഒരു കൊലപാതകമാകാനുള്ള ഒരു സാധ്യതയുമുണ്ടെന്നുള്ള ഒരു പ്രാഥമിക നിഗമനത്തിലേക്ക് തന്നെയായിരുന്നു സംഭവം നടന്ന് തൊട്ടു പിന്നാലെ തന്നെ അന്വേഷണ ഉദ്യോഗസ്ഥർ എത്തിച്ചേർന്നത്. ആ ഒരു കാര്യം തന്നെയാണ് ഇപ്പോഴും പോലീസ് പറയുന്നത്. ഇതൊരു ആസൂത്രിത ശ്രമം തന്നെയാകാനുള്ള സാധ്യതയുണ്ട്. കടയുമായിട്ട് അടുത്ത ബന്ധമുള്ള ആളുകളാകാനുള്ള സാധ്യതയുണ്ട്. ഈ കടയ്ക്കുള്ളിലെ CCTV ക്യാമറയുടെ ഹാർഡ് ഡിസ്ക് കാണാതായിരിക്കുന്നു. അതോടൊപ്പം കൈകൾ കൂട്ടിക്കെട്ടി വായിൽ തുണി തിരുകി അങ്ങനെയൊരു സംഭവം, അങ്ങനെയൊരു കാര്യം നടത്താമെങ്കിൽ അതിൽ കൂടുതൽ ആളുകൾ ഉൾപ്പെടാനുള്ള ഒരു സാധ്യതയും ഉണ്ടാകാം. ഒരാൾക്ക് ഒറ്റയ്ക്ക് ഒരുപക്ഷെ ഇത്തരത്തിലുള്ള ഒരു കാര്യത്തിലേക്ക് കടക്കാൻ കഴിയില്ല എന്നുള്ള ഒരു വിലയിരുത്തലിലേക്കും അന്വേഷണ സംഘം എത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് പ്രത്യേക സംഘത്തെ ഇപ്പോൾ രൂപീകരിച്ചുകൊണ്ട് ഈ കൊലപാതകം അന്വേഷിക്കാനുള്ള ശ്രമത്തിലേക്ക് പോലീസ് സംഘം കടക്കുന്നത്. ജില്ലാ പോലീസ് മേധാവി അന്വേഷണത്തിന് നേതൃത്വം നൽകുമ്പോൾ 2 ഡിവൈഎസ്പിമാർ ഉൾപ്പെടുന്നതാണ് ഈ പ്രത്യേക സംഘം. ഇന്നലെ പട്ടാപ്പകലാണ് ഇങ്ങനെയൊരു കൊലപാതകം നടന്നത്. അതിന്റെ ഞെട്ടലിൽ തന്നെയാണ് നാട്ടുകാരും. ഇൻക്വസ്റ്റ് അടക്കമുള്ള നടപടികൾ ഇന്ന് പുലർച്ചെയാണ് നടന്നത്. മൃതദേഹം ഇവിടുന്ന് മാറ്റിയിട്ടില്ലായിരുന്നു, ഈ കടയ്ക്കുള്ളിൽ തന്നെയായിരുന്നു. അവിടെ പോലീസ് സംഘം എത്തി ഇൻക്വസ്റ്റ് അടക്കമുള്ള കാര്യങ്ങളും അതോടൊപ്പം ഫോറൻസിക് ഉദ്യോഗസ്ഥരെത്തി വിരലടയാളം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ശേഖരിക്കുകയും ചെയ്യുന്ന നടപടികളെല്ലാം ഇന്ന് രാവിലെ തുടരുകയാണ്. ഇനി ഇവിടുന്ന് മൃതദേഹം മാറ്റി മറ്റ് പോസ്റ്റ്മോർട്ടം നടപടികൾ അടക്കമുള്ള കാര്യങ്ങൾ പൂർത്തിയാക്കേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ അന്വേഷണം വ്യാപിപ്പിക്കാനുള്ള ശ്രമത്തിലുമാണ് അന്വേഷണ സംഘം. സ്ഥലത്തെ സമീപത്തെ CCTV ക്യാമറകളൊക്കെ പരിശോധിക്കുന്നുണ്ട് പോലീസ് വ്യാപകമായിട്ട്. ഇന്നലെ വൈകിട്ട് തന്നെ സമീപ സ്ഥലങ്ങളിലുള്ള കടകളിലെ CCTV ക്യാമറകളും ഈ സമയത്തുള്ള ഈ കൊലപാതകം നടക്കുന്ന സമയത്തുള്ള മറ്റ് പരിസര പ്രദേശങ്ങളിലെ കടകളെല്ലാം കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള CCTV കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള അന്വേഷണമൊക്കെ ഇന്നലെ തന്നെ പോലീസ് നടത്തിയിരുന്നു. ഇന്നും അത്തരത്തിൽ തന്നെ ഈ പ്രതികളെ കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള കൂടുതൽ ഊർജിതമായിട്ടുള്ള ശ്രമങ്ങൾ നടത്തുകയാണ് പോലീസ്. മൈലപ്രയിലെ കൊലപാതകത്തിൽ പ്രത്യേക പോലീസ് സംഘം അന്വേഷിക്കും. വിശദാംശങ്ങൾ നൽകുകയായിരുന്നു മിഥുൻ മുരളി.